നല്ല പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് മടങ്ങിപ്പോയി ഭവനങ്ങളിലായിരിക്കാൻ അവിടുന്ന് സഹായിച്ചു. തിരിച്ചെന്ന് ക്ലാസ്സിൽ വരുന്നവരെയും നിൻ്റെ കൃപയിൽ ഞങ്ങളെ മറച്ചതിനായിട്ട് സ്തോത്രം. ജീവനും ഭക്തിയും ആവശ്യമുള്ള എല്ലാ നന്മകളും തന്നതിനായിട്ട് സ്തോത്രം. ഈ ആഴ്ചയിൽ ഞങ്ങളുടെ ക്ലാസ് ആരംഭിക്കുന്നു. പഠിക്കുവാനും പഠിപ്പിക്കാനും ആവശ്യമായ കൃപ തരണമേ. പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കൃപ തരണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ കൃപ തരണമേ. സകല നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ഇനി നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഏതാ? ഇനി വിവാഹമോചനവും മരണവും അടക്കമാണ്. അതോടുകൂടെ ആളുടെ കഥ തീരുമല്ലോ, അല്ലേ? കല്യാണം കഴിച്ച് നമ്മൾ ജീവിക്കാൻ അനുവദിച്ചു ഇത്രയും നാള്. ഇടയ്ക്ക് വെച്ച് എന്തോ ഉണ്ടായി? അഭിപ്രായ വ്യത്യാസം വന്നു. ഒരു കാരണവശാലും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് വിവാഹമോചനം ഇത്ര അധികം ഈ നാളുകളിൽ നടക്കുന്നതിൻ്റെ കാര്യം? പണ്ട് പെന്തിക്കോസ്തുകാരുടെ ഇതിൽ കേൾവി പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ഇഷ്ടം പോലായി. എന്തുകൊണ്ടാണ് ഇത്രയും വിവാഹമോചനങ്ങൾ നടക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തായിരിക്കും കാരണം? ഇത്രയും വിവാഹമോചനങ്ങൾ. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, വിവാഹത്തിൻ്റെ അത്രയും ഏതായാലും വിവാഹമോചനം നടക്കുന്നില്ല. ഉണ്ടോ? ഇല്ല, അത്രയും നടക്കുന്നില്ല. അങ്ങനെയാണ് ഇവന് വിവാഹിതരാരും ഉണ്ടാവില്ലല്ലോ, അല്ലേ? എന്നാൽ ഇതിൻ്റെ പെർസെൻറ്റേജ്, ഇതിൻ്റെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുക. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഒന്ന് എടുത്തിയാടി കല്യാണം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്വതയില്ലാതെ, ശരി, അതൊരു പോയിന്റ്. അത് അതാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പണ്ട് അങ്ങനല്ലായിരുന്നു. മനുഷ്യൻ ഒത്തിരി സഹിക്കുകയും വഹിക്കുകയും വേണ്ടാന്ന് വെക്കുകയും പോട്ടെന്ന് വെക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് മനുഷ്യൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുപദമാണ് ഏതാ? അതിൻ്റെ അതിന് വേറൊരു പദമാണ്, നല്ല പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥരായിട്ട് മാറിയിരിക്കുന്നു. ടു മച്ച് സെൽഫിഷ്. ഒത്തിരി സ്വാർത്ഥമതികളായിട്ട് മാറിയിരിക്കുക. എനിക്ക് ഇങ്ങനെ പറ്റും, ഇങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ജീവിച്ചാൽ മതി, ഇങ്ങനെയാണെങ്കിലേ ഞാൻ നിൻ്റെ കൂടെ ജീവിക്കത്തുള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നു. മൂന്നാമത്തെ കാരണം എന്തുമായിരിക്കും? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ചതെല്ലാം കൂടെ അതെല്ലാം ഒന്നിച്ചു. ഏതാ? സ്നേഹമൊക്കെ കുറയുന്നത് ഈ സ്വാർത്ഥത കൂടുമ്പോഴാ, അല്ലേ? സ്വാർത്ഥത കൂടുമ്പോഴാ സ്നേഹം കുറയുന്നത്. ദൈവാശ്രയമുള്ളവരുടെ ഇടയിലുണ്ടല്ലോ ഈ വിവാഹമോചനം. അതാണ് എൻ്റെ മൂന്നാമത്തെ. ടു മച്ച് പ്രഷേഴ്സ്. പഴയ കാലത്തെക്കാളും സമ്മർദ്ദങ്ങൾ ഇപ്പം വളരെ കൂടുതലാണ്. പിയർ പ്രഷേഴ്സ് എന്ന് പറയും. സമ്മർദ്ദങ്ങൾ ഒത്തിരിയായി. പണ്ടെന്തുവാ? ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും വേണമെങ്കിൽ മതിയെന്നായിരുന്നു. ഇപ്പം അതല്ലല്ലോ. ഇപ്പം കുടുംബം ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീൻ വേണം. ഇത് തമിഴ്നാടിൻ്റെ ഇലക്ഷന് ഒരു പാർട്ടിക്കാർ ഓഫർ ചെയ്തേക്കുന്ന വാഷിംഗ് മെഷീനാണ് എല്ലാവർക്കും. വാഷിംഗ് മെഷീൻ വേണം, ഫ്രിഡ്ജ് വേണം. അപ്പൊ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പ്രഷർ എന്ത് ചെയ്തിരിക്കുക? കൂടിയിരിക്കുക. പണ്ട് വർഷത്തിൽ ഒരു സാരിയോ 2 സാരിയോ കിട്ടുന്നത്. ഇപ്പോൾ ഓരോ കല്യാണത്തിനും സാരി വേണം, പുതിയ ഡ്രസ്സ് വേണം, ഓരോ കല്യാണത്തിനും. ഇന്നലെ ഒരെണ്ണത്തിൽ പുതിയത് എടുത്തോളൂ, അത് അന്നേരം എടുത്തോണ്ട് പോയില്ല, ഇന്ന് വേറെ വേണം എനിക്ക്. പ്രഷർ കൂടി കണ്ടമാനം. ഞാൻ ഈ ശരീരത്തിൻ്റെ പ്രഷറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ നമുക്ക് ഒത്തിരി പ്രഷേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ കടമെടുക്കാൻ നിർബന്ധരായി. മറ്റേതൊരു ബൈക്ക് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. സൈക്കിളായിരുന്നു ആദ്യം, പിന്നെ ഒരു ബൈക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തൊരു കാർ വാങ്ങിക്കുന്നതിന് തുല്യമായിരുന്നു. ഇപ്പം ബൈക്ക് പോരാ. ഈ വെയിലത്ത് ഞാൻ എങ്ങനെ പോകണമെന്നാണ് പറയണത്? നിങ്ങൾ ഇവിടെ വേണമെന്ന്? അല്ല, കാറുണ്ടെങ്കിലേ ഞാൻ പോകുള്ളൂ. കാറും സാധാ കാറ് മതിയോ? ഇല്ല, എയർ കണ്ടീഷൻ കാറ് തന്നെ വേണം. പ്രഷർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ പ്രഷർ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞ് ഒറ്റ ഏറും കൊടുത്ത് എന്ത് ചെയ്യുക? നീയായി, നിൻ്റെ പാടായി. അതാ
അപ്പം ജീവിതത്തിലെ ഈ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുക, കൂടി വരികയാണ്. വാഷിംഗ് മെഷീൻ്റെ തീരുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് എടുക്കേണ്ടി വന്നു, ഫ്രിഡ്ജിൻ്റെ തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യേണ്ടി വന്നു, കാർ എടുക്കേണ്ടി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ മാസവും പുതിയ സാരി. കാരണം ബന്ധങ്ങൾ കൂടി വരികയല്ലേ. പ്രഷേഴ്സ് മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി. ഞാൻ ഒരു കാര്യം പറയാം, ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അടുത്തുള്ളവൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. എൻ്റെ വരുമാനം എന്താണെന്ന് അറിയണം. ഇടയ്ക്കെങ്കിലും ഭർത്താവിനോട് ചോദിക്കണം, അച്ഛൻ എവിടുന്ന് ഇതൊക്കെ ഇത് എവിടുന്ന് ഇത്രയും കാര്യങ്ങൾ നടത്തുന്നത് എങ്ങനെയാണെന്നൊന്ന് എന്ത് ചെയ്യണം, ചോദിക്കണം. പറയുമ്പം ചോദിക്കണം, എൻ്റെ ഭർത്താവിന് ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, കഴിവുണ്ടോ? അദ്ദേഹത്തിൻ്റെ ശമ്പളം ആകെ കിട്ടുന്നത് എത്രയാ? 6,000 7,000 അല്ലെങ്കിൽ 10,000 കിട്ടുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്വർഗ്ഗം. MBA കാരന് പോലും അത്രയും കിട്ടുന്നില്ല. ഇപ്പം കിട്ടുന്ന വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. പിന്നെ ഈ കോവിഡും കൂടെ വന്നതോടുകൂടെ എന്ത് ചെയ്തു, എല്ലാത്തിൻ്റെയും ശമ്പളം എന്ത് ചെയ്തു, വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അപ്പം ഞാൻ എങ്ങനെയാ അതിൽ വാടകയ്ക്ക് വീട് താമസിക്കാനാണെങ്കിൽ 5,000 രൂപ കൊടുക്കാതെ എവിടെ നിന്ന് വീട് കിട്ടുന്നത്? ഇന്നത്തെ കാലത്ത് ഒരുമാതിരി നല്ല വീട് കിട്ടണമെങ്കിൽ, നല്ലത് വേണ്ട, ഒരു അടച്ചുറപ്പുള്ള വീട് വേണമെങ്കിൽ ഒരു 5,000 രൂപയെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇയാൾക്ക് ആകെ വരുമാനം എന്തുവാ? 10,000 രൂപയാണ്. അതിലൊരുമാതിരി ഭക്തനാണെങ്കിൽ എന്ത് ചെയ്യും, 1,000 രൂപ ദശാംശം അന്നേരേ പോയി. അപ്പോൾ പിന്നെ ഇനി എന്തരേ ഉള്ളൂ? 9,000 ഉള്ളൂ. അതിൽ 5,000 രൂപ എന്ത് ചെയ്തു, വാടകയും പോയി. ഇനി ആകെ ഉള്ളത് എത്രയാ? ഈ 4,000 രൂപ കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ജീവിക്കാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, മൊബൈൽ ചാർജ് ചെയ്യണം, കറണ്ട് ബില്ല്. മൊബൈൽ ചാർജ് ചെയ്താൽ മാത്രം പോരാ, ഇൻ്റർനെറ്റ് ഉള്ളതും കൂടെ വേണ്ടേ? അപ്പോൾ അതെല്ലാം കൂടെ ഒരു 1,000 രൂപ അതിന് പോവും. പിന്നെ കറണ്ട് ബില്ല് ഒരു 500 രൂപ അതിന് പോവും. ഗ്യാസ് വേണ്ടേ? പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ പെട്രോള്, വണ്ടിയുടെ അടവ്, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പം കുന്നംകുളത്തുകാർ പറയുന്ന പോലെ എന്തോ പാറ്റക്കാട്ടം നീക്കി കഴിഞ്ഞാൽ പിന്നെ കൂട്ടായില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എങ്ങനെ ജീവിക്കുക? അപ്പം പിന്നെ എവിടെയെങ്കിലും എവിടെ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ? മൊബൈൽ കട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും, നെറ്റും കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാ? ദശാംശം കൊടുക്കുന്നത് കട്ട് ചെയ്യാൻ പണി. അതെന്ത് ചെയ്തു നമ്മൾ? അത് സ്വോത്ര കാഴ്ചയായിട്ട് മാറ്റി. ഇത് 50 രൂപ ഇട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ എന്തുവാ, ആരും അറിയില്ലല്ലോ. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, എന്തുവാ, കർത്താവേ നീ എന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കണം. കർത്താവ് ചോദിക്കും, നീ കഴിഞ്ഞ ആഴ്ച എനിക്ക് എത്ര ഇട്ട്? 4 ആഴ്ചയും കൂടെ നീ ഇട്ടാൽ എത്രയാ? 400 രൂപ. അപ്പം അതനുസരിച്ചിട്ട് അധികം അനുഗ്രഹിക്കണ്ടു. ശരി, 100 മടങ്ങ് കർത്താവ് തരുന്നു, 4,000 രൂപ നിനക്ക് അല്ലേ? 400 രൂപ ഇട്ടിട്ട് 4,000 രൂപ കർത്താവ് തന്നാൽ പോരെ? മതിയല്ലോ, അതല്ലേ നീതി. നീ 400 രൂപ എന്ത് ചെയ്തുള്ളൂ? 100 രൂപ വെച്ച് എല്ലാ ആഴ്ച കിട്ടു. തമ്പുരാൻ അതനുസരിച്ച് എന്ത് ചെയ്തു നിനക്ക്? പിന്നെ 400 ഇട്ടിട്ട് 4,000 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വമ്പറാത് അല്ലേ? അപ്പോഴത്തേന് പിണക്കമായി തമ്പുരാനോട്. നീ കൃത്യമായിട്ട് കൊടുത്തിട്ട് കർത്താവിനോട് പറ, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തായിരുന്നു, നീ എന്നാ നിൻ്റെ വാക്ക് പാലിക്കാത്തതെന്ന് ചോദിക്കും. നമ്മൾ പാടും, അവൻ ആർക്കും കടക്കാരനല്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ എന്നും അവന് കടക്കാരനാന്നാ. അതല്ലേ എൻ്റെ തിരിച്ചു പറയുമ്പോൾ, അവൻ ആർക്കും കടക്കാരനല്ല. കാരണം എന്തുവാ? കൊടുത്തതുപോലെ നിനക്ക് തന്നിട്ടുണ്ട്. പ്രഷസാണ് ഇന്നത്തെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ ഇപ്പോൾ കേബിൾ TV വേണം, കേബിൾ കണക്ഷൻ വേണം, അപ്പോഴത്തേനും എന്ത് ചെയ്തു, ഒരെണ്ണം കേട് വന്നു, അപ്പോഴത്തേനും അത് വേണം. ഇത് ലൈഫല്ലേ, ജീവിതമല്ലേ? എന്തെങ്കിലും എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എവിടെ കട്ട് ചെയ്യും? ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം എന്തോതിലായി, ഓൺലൈൻ ആയതുകൊണ്ട് വീട്ടിൽ ഒരു ഫോൺ പോരാ. കാരണം ഒരു ഫോൺ കൊണ്ടും ഭാഷ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരിക്കുന്നവൻ എന്നാ പഠിക്കണ്ടേ? അപ്പോൾ രണ്ടാമതൊരു ഫോൺ വന്നു, അതിൽ ലോൺ എടുത്ത് വാങ്ങിച്ചു, അതിന് EMI പോകണമല്ല. ഇതെങ്ങനെ, എവിടെ കൊണ്ട് ഇത് എവിടെ കൊണ്ട് കെട്ടും ഇത്? പ്രഷേഴ്സ്. അപ്പം പിന്നെ ഭാര്യയും കൂടെ ജോലിക്ക് പോകാൻ എന്തായി മാറി? നിർബന്ധിതമാക്കപ്പെട്ടു. ശരി, അവിടെ ചെന്നപ്പോഴോ ആ സ്റ്റാറ്റസിന് പോണ്ടേ?
റോഡടിച്ചു വരാനല്ലല്ലോ പോണേ. ആ സ്റ്റാറ്റസിന് എന്ത് ചെയ്യണം? പോകണം. രാവിലെ അവൾക്ക് 8 മണി 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എത്ര കിട്ടും? കൂടിപ്പോൾ ഒരു 6,000 രൂപ അവൾക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ അവിടെ മുതലെടുക്കാനുള്ള കുറേ ആളുകളുണ്ട്. ഇങ്ങനെയുള്ളവരെ മുതലെടുക്കാൻ വേണ്ടിയുള്ള പുതിയ ബന്ധങ്ങളായി, പുതിയ കണക്ഷൻസായി. തിരിച്ചു വരാൻ ചിലപ്പോൾ തന്നാതാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓഫീസിലെ ആരെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും? കൊണ്ടാക്കാനായിട്ട് ലിഫ്റ്റ് വേണ്ടി വരും. കാരണം പാസ്റ്റർക്ക് എപ്പോഴും പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. പതുക്കെ സ്റ്റെപ്പ് അടുത്തതിലേക്ക് മാറി. എല്ലാ ദിവസവും അയാളുടെ വണ്ടി വരുമ്പം അറിയാതൊരു കടപ്പാട്, അറിയാതൊരു അടുപ്പം വന്നു കഴിഞ്ഞു. അത് മറ്റൊന്നിലേക്ക് എന്ത് ചെയ്തു? പതുക്കെ നീങ്ങി. ഞാൻ പറഞ്ഞ മനസ്സിലായി എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നുള്ളത്? അപ്പോൾ ആ സമയത്ത് ഫോൺ കോൾ വരാൻ തുടങ്ങി. കുടുംബത്തെ സമാധാനം പതുക്കെ എന്ത് ചെയ്തു? പോയി. ഭർത്താവ് ശുശ്രൂഷയൊക്കെ വന്നു കഴിഞ്ഞതൊന്നും കേൾക്കാൻ ഭർത്താവിന് നേരമില്ല. ജോലി സ്ഥലത്ത് അവന് വരുമ്പോഴത്തേനും എല്ലാം ഫ്രഷായിട്ടും ചൂട്. ഇത് 8 മണി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്നിട്ട് സ്ത്രീയല്ലേ, ഒരു പരിധിയുണ്ട്. ആഹാര സമയത്തിന് ശരിയായില്ല, പിള്ളേരുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല, പ്രഷറായി, സമ്മർദ്ദങ്ങൾ കയറി വരിക. അത്യാവശ്യങ്ങൾക്ക് വരുമാനമായി 6 രൂപ എന്നുള്ളത് 8 രൂപയായി, 8 രൂപ എന്നുള്ളതൊക്കെ 10 രൂപയായി. സ്വന്തം കാലം എനിക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള മെൻറ്റാലിറ്റി എന്ത് ചെയ്തു? വന്നു. താനില്ലേലും ഞാൻ ജീവിച്ചോളാമെന്നൊരു തൻ്റെ ഇടം വന്നു. നാം ജീവിക്കുന്ന സമൂഹത്തിലെ പ്രഷേഴ്സ് ഇത്രയാണ്, സമ്മർദ്ദങ്ങളാണ്. നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അടുത്ത് വന്നപ്പോൾ എന്തുവാ? സ്ത്രീകൾക്ക് സമത്വം വേണം, ജോലി ഞങ്ങളെ കൊണ്ടുവേണം, ഞങ്ങൾക്കും വേണം വരുമാനം. നിങ്ങൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നെങ്കിൽ ഞാനും അത്രയും നേരം തന്നെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട്. എനിക്കും വേണം പോക്കറ്റ് മണി, എനിക്കും വേണം കാര്യങ്ങൾ. സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടും സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാൻ തുടങ്ങി, ജോലി കണ്ടെത്താൻ തുടങ്ങി, അവളുടെ കയ്യിൽ വരുമാനമായി തുടങ്ങി. അവൾ പറഞ്ഞു, താൻ വേണമെന്നൊന്നുമില്ല, എനിക്ക് തന്നെ ജീവിക്കാൻ അറിയാം. വിവാഹമോചനത്തിലേക്ക് നീങ്ങുക. നിങ്ങളുടെ അടിമയായിട്ടൊന്നും നിൽക്കാൻ ഇനി ഞാൻ എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. എനിക്കുകൊണ്ട് മോഹങ്ങൾ, എനിക്കുകൊണ്ട് ആഗ്രഹങ്ങൾ. വിവാഹമോചനം ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് സഭയ്ക്കകത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, ഒരു സഭയിലെ അച്ഛൻ, അത് ഞാൻ വളരെ അപൂർവമായിട്ടാണ് കേൾക്കുന്നത്, അച്ഛൻ വിവാഹമോചനം നേടേണ്ടി വന്നു. അച്ഛൻ വിവാഹമോചനം നേടി, അത് ഇപ്പോഴും അച്ഛൻ തന്നെ. വളരെ അപൂർവമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നത്. പക്ഷെ അതും സർവ്വസാധാരണമായി ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ ഇടയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ഇതൊരു വലിയ വിഷയമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്ക് തന്നെ വന്ന് ചോദിക്കുന്നത്, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ വിവാഹം കഴിഞ്ഞ് വിവാഹമോചനത്തിലേക്ക് നമുക്ക് കയറാൻ പോവാം. ഏറ്റവും റെലവൻ്റ് ആയിരിക്കുന്ന, ഏറ്റവും ആനുപാതികമായിരിക്കുന്നൊരു വിഷയമായി ഇന്ന് വിവാഹം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്, നമുക്കറിയാം. അതിന് വരം ലഭിച്ചവർ മാത്രമേ അത് കഴിക്കാതിരിക്കാവൂ. വിവാഹം കഴിഞ്ഞവർ വിവാഹമോചനം നേടാമോ? ബൈബിൾ എന്തോ പറയുന്നു? വിവാഹമോചനത്തെക്കുറിച്ച് വേദപുസ്തകം എന്തോ പറയുന്നത്? ഏതെല്ലാം കണ്ടീഷനിൽ വിവാഹമോചനം അനുവദനീയമാണ്? 3, വിവാഹമോചനം നടത്തപ്പെട്ട ഒരു വ്യക്തിക്ക് പുനർവിവാഹം ആകാമോ? വേദപുസ്തകം അത് അനുവദിക്കുന്നുണ്ടോ? പല അഭിപ്രായക്കാരുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് എത്രത്തോളം അതിനകത്തോട് നീതി പുലർത്താൻ പറ്റുമോ നമുക്ക് നോക്കാം. വിവാഹബന്ധം ഒരിക്കലും വേർപെടുത്തിക്കൂടാ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാൻ.
കണ്ടോ പേജ് 9. എന്നാൽ വിവാഹമോചനത്തിന് മോശ അനുവദിച്ചതായി നമുക്ക് ബൈബിളിൽ കാണാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. പിന്നെ അപ്പോട്ടെ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹം അത്രേ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവിടാണ് നമുക്ക് അണ്ടർലൈൻ ഇടേണ്ട വാക്യം. പല കല്യാണവും ദൈവം അല്ല യോജിപ്പിക്കുന്നത്. ദൈവത്തോടൊരു വാക്ക് ചോദിച്ചായിരുന്നെങ്കിൽ ദൈവം വേണ്ടാന്ന് തന്നെ പറഞ്ഞേനെ. പിന്നെ മതത്തിൻ്റെ ഒരു ചടങ്ങ് അങ്ങനെ ആയതുകൊണ്ട് എന്ത് ചെയ്തു? അവർ യോജിപ്പിക്കപ്പെട്ടെന്നേ ഉള്ളൂ. കല്യാണം കഴിക്കുമ്പോഴേ അവനറിയാം, അല്ലെങ്കിൽ അവൾക്കറിയാം ഇത് ദൈവഹിതമല്ലായിരുന്നു, അല്ലെങ്കിൽ അവൾക്കും അറിയാം. പിന്നെ വീട്ടുകാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിവാഹം കഴിച്ച ഒത്തിരി കല്യാണങ്ങൾ എനിക്കറിയാം. ഞാൻ തന്നെ നടത്തി കൊടുത്തൊരു കല്യാണം, എനിക്കുടെ കല്യാണ സമയത്ത് തന്നെ എനിക്കറിയാം ഇത് ദൈവഹിതമല്ല, ഇവനൊരു മാനസിക രോഗിയാണ്, പക്ഷേ ഞാൻ നടത്തി കൊടുത്തേ പറ്റൂ. കാരണം ജനമെല്ലാം വന്നിരിക്കുന്നു, ചെറുക്കനും പെണ്ണും വന്നിരിക്കുന്നു, കല്യാണം നടത്താൻ എന്നെ വിളിച്ചേക്കുന്നു. കല്യാണം നടത്തുമ്പോഴേ എനിക്കറിയാം ഇത് നിലനിൽക്കത്തില്ലെന്ന്, അവൻ മാനസിക രോഗിയാണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ? നടത്തിയില്ലെങ്കിൽ അടി കിട്ടും. നടത്തി കൊടുത്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ 9-ാം മാസം വിവാഹബന്ധം വേർപെട്ടു. അവനവൻ്റെ പാടിന് പോയി, അവളുടെ പാടിന് പോയി, അവൾക്കൊരു കൊച്ചിനെയും കിട്ടി. ഇനി എനിക്ക് കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിപ്പം ജീവിക്കുക. കല്യാണം നടത്തി കൊടുക്കുമ്പോഴേ എനിക്കറിയാം, പക്ഷെ പറയാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം നമ്മളെ ആ ഹോട്ട്സ്പോട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ചെയ്തേ പറ്റൂ. ഞാൻ അത് ദൈവം യോജിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. അത് ദൈവം യോജിപ്പിച്ചതല്ല. അപ്പം പിന്നെ ഏതാ ദൈവം യോജിപ്പിച്ചത്? 100 അനുഭവങ്ങൾ എക്സാമ്പിൾസ് എടുത്തു തരാൻ വേണമെങ്കിൽ 100 ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന്. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ഭാര്യ പറഞ്ഞു, ദൈവം എന്നെ ശല്യം ചെയ്യരുത്, ഞാൻ വേറൊരു ഭാര്യയാണ്. ഞാൻ പിന്നെ ഇതിനെ സമ്മതിച്ചത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മാനം കാക്കാൻ വേണ്ടിയാണ്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ മാനം കാക്കാൻ വേണ്ടി ഞാൻ ഈ കല്യാണത്തിനെ സമ്മതിച്ചതെന്നുള്ളൂ. പക്ഷെ നിങ്ങളോട് ഞാൻ തുറന്നു പറയുന്നു, ഞാൻ വേറെ പുരുഷൻ്റെ ഭാര്യയായിട്ട് ഞാൻ ജീവിക്കുക, എന്നെ കളങ്കപ്പെടുത്തരുത്. അതേ പറഞ്ഞു, ശരി സമ്മതിച്ചേക്കും. പിറ്റേന്ന് തന്നെ വണ്ടി വിളിച്ച് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. ദൈവം യോജിപ്പിച്ചാണ്? അല്ല. ഇങ്ങനെ എത്ര എണ്ണം കല്യാണം കഴിഞ്ഞ് വന്ന് ആദ്യ രാത്രിയിലെ മനസ്സിലാക്കുന്ന ഭാര്യ മാനസിക രോഗിയാണ്. ആ കഴിയുന്നിടം വരെയുള്ള മരുന്നിൻ്റെ ബലം കൊണ്ട് അവളൊന്നും എന്ത് ചെയ്തിരുന്നില്ല, റിയാക്ട് ചെയ്തിരുന്നില്ല. ആ സമയം കഴിഞ്ഞപ്പോഴത്തേന് അവളുടെ സിംറ്റംസ് മുഴുവൻ വെളിപ്പെടാൻ തുടങ്ങി. എന്ത് ചെയ്യാനാ? ഇന്നും ആ മാനസിക രോഗിയായ ഭാര്യയോടുകൂടെ ആ മനുഷ്യൻ താമസിക്കുന്നത് എനിക്കറിയാം. ഇന്നും. ഞാൻ ചോദിച്ചു, എടാ കുഞ്ഞെ, നിനക്ക് അതിനെ കളഞ്ഞേക്കൂടെ? പറഞ്ഞില്ല, ഞാൻ ദൈവസ്ഥൻ്റെ ഒരു തീരുമാനം എടുത്തു, മരണത്താലല്ലാതെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കത്തില്ലെന്ന്. അതുകൊണ്ട് മരിക്കോളം ഞാൻ അവളുടെ കൂടെ ചെയ്യും. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ചോദിക്കാതെ ദൈവമാണോ? ദൈവം യോജിപ്പിച്ചാണോ? ചിലതൊക്കെ പാസ്റ്റർമാരാ എന്ത് ചെയ്യാനേ,
മാതാപിതാക്കളെക്കാളും വീട്ടുകാരെക്കാളും അധികം റോൾ എടുക്കുന്ന അവരാ തീരുമാനം പറയുക, അവരാ എല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ ഈ സഭയിലെ പാസ്റ്റർമാരോട് പറഞ്ഞിട്ടുണ്ട്, നോ 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 ഈ എല്ലാം പോയി അന്വേഷിച്ച് ശരിയാക്കിയിട്ട് ഇത്രാം തീയതി കല്യാണം നടത്തി തരാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കല്യാണം നടത്തി കൊടുക്കുമെന്നല്ലാതെ വേറെ ഒരു പെണ്ണ് കാണാനും പോകത്തില്ല. ഇനി ഇവിടുന്ന് ചെറുക്കനെ കാണാനും ഇവിടുന്ന് പോകത്തില്ല. അതൊക്കെ വീട്ടുകാർ തമ്മിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ച ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എത്രയോ പാസ്റ്റർമാരെ എത്രയോ എണ്ണത്തെ കൊണ്ട് ചർച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ ദൈവം യോജിപ്പിച്ചതാണോ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ദൈവം യോജിപ്പിച്ചതെന്ന് പറയാനായിട്ട്. ദൈവം യോജിപ്പിച്ചതിനെ എന്ത് ചെയ്യരുത്? വേർപിരിക്കാൻ പാടില്ല. അല്ലാത്തതിനെ ഇപ്പം എന്ത് ചെയ്യാം? അതുകൊണ്ട് നിങ്ങളുടെ ആരും ഇനി ഇത് എനിക്കും സംശയമുണ്ട് പാസ്റ്റർ. ഞാൻ കുറച്ച് നാളോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവം യോജിപ്പിച്ച നോ 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 ആ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് വ്യക്തമായിട്ടറിയാവുന്ന ചില അനുഭവങ്ങളുണ്ട്, വ്യക്തമായിട്ടറിയാവുന്ന. ദൈവമൊന്നുമല്ല കാണിച്ചു കൊടുത്തത്, ഏതോ വെളിച്ചപ്പാട് കാണിച്ചു കൊടുത്തതാണ്, ഏതോ അശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയാറില്ലേ, വെളിപ്പാടിൽ ആശ്രയിക്കുന്നവനെ പിശാച് തെറ്റിക്കുന്നത് തെറ്റായ വെളിപ്പാട് കാണിച്ചു കൊടുത്തിട്ടായിരിക്കും. അതൊക്കെ വളരെ പ്രാർത്ഥിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. കഴിഞ്ഞവർക്ക് ഇനി ഒരു രക്ഷയില്ല. ഇനി സന്തോഷത്തോടെ സൂചിച്ച് എന്ത് ചെയ്യുക? കുരിശെടുത്തൻ്റെ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ എന്നുള്ള പാട്ടുപാടി എന്ത് ചെയ്തേക്കുക? അവസാനം വരെ ജീവിച്ച് തീരണം പാടില്ലെന്നാൽ തിരുപ്പാദ സേവയെന്ന് പറഞ്ഞ് എന്ത് ചെയ്തേക്കുക? അവസാനിപ്പിച്ചോളാന്നല്ലാണ്ട് ഉള്ളവരോട് ഞാൻ പറയുന്നു, ഒത്തിരി പ്രാർത്ഥിച്ചെടുക്കേണ്ട ഒരു തീരുമാനമായി. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്, ശരിയാ. പക്ഷെ പലതും ദൈവത്താൽ അല്ല എന്ത് ചെയ്തിരിക്കുന്നത്? യോജിപ്പിക്കപ്പെട്ടത്. എൻ്റെ ജഡത്തിൻ്റെ ഇച്ഛ കൊണ്ട്. എനിക്കറിയാം ഒരു ദൈവദാസനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സുന്ദരിയായ ഒരു ഭാര്യ, വളരെ സുന്ദരിയാ. നമ്മളൊക്കെ പറയില്ലേ കൈ കഴുകി തൊടണമെന്ന്, അത്രയും. ഇദ്ദേഹം ഒരു മാസ്റ്ററാ, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, സ്നേഹിച്ചു, അവളെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ദൈവം ഇരുന്നതോട് പല പ്രാവശ്യം പറഞ്ഞു, അത് നിനക്കുള്ളതല്ല, നീ വിവാഹം കഴിക്കരുത്, പല പ്രാവശ്യം. പക്ഷേ ദൈവശബ്ദത്തെക്കാൾ വലുതായിരുന്നു ദ വോയിസ് ഓഫ് ദ ഫ്ലഷ്, ജഡത്തിൻ്റെ ശബ്ദം. പല പ്രാവശ്യം ദൈവാത്മാവ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തു, ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. കേട്ടില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മണിക്കൂറിരുന്ന് കേട്ടാലും നമുക്ക് തൃപ്തിയല്ല. അതുപോലെ ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവദാസൻ. അവസാനം എന്താ? കല്യാണം കഴിച്ചു. അദ്ദേഹത്തിൽ നിന്നല്ലാതെ വേറൊരു കൊച്ചവൾക്ക് ആദ്യം ഉണ്ടായി. ഇത് കല്യാണം കഴിച്ചിട്ടും അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. ഹോശയെ പോലെ ക്ഷമിച്ചു, പിന്നെയും താമസിച്ചു. വീണ്ടും അദ്ദേഹത്തിൽ നിന്നൊരു കുഞ്ഞുണ്ടായി. ഇവളുടെ ഈ സൗന്ദര്യം കാരണം അനേകരെ ഇവളിലേക്ക് എന്ത് ചെയ്തിരുന്നു? ആകർഷിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത് ഇവളിൽ നിന്ന് ഇതല്ല വേറൊരിടത്തിൽ നിന്നൊരു കുഞ്ഞ് അവൾക്കുണ്ടായി. അവസാനം സഹിയിട്ട് ആ ബന്ധം അവർ അവസാനിപ്പിച്ചു. അതൊരു തീരാ ദുഃഖമായിട്ട് ഇന്നും എന്നെ എപ്പം കാണുമ്പോഴും എന്നോട് പറയും, ഞാൻ ദൈവശബ്ദത്തെ മറുതലിച്ചതിൻ്റെ വില ഞാൻ കൊടുത്ത മനുഷ്യനാണ്. ദൈവം യോജിപ്പിച്ചതാണോ? അല്ല. ജഡത്തിൻ്റെ ഇച്ഛ കൊണ്ട് ജഡീക അഭിലാഷത്തിനെ മാത്രം വിധേയപ്പെട്ട് എന്ത് ചെയ്തു? കീഴ്പ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം വേദപുസ്തകം എന്തോ അതിനെക്കുറിച്ച് പറയുന്നത്. യഹൂദ സംസ്കാരം അനുസരിച്ച് ഭർത്താക്കന്മാർക്ക് മാത്രമേ വിവാഹമോചനം അനുവദിച്ചിരുന്നുള്ളൂ. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ
1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായത് വല്ലതും കണ്ടിട്ട് അവന് അവളോട് ഇപ്പോൾ അനിഷ്ടം തോന്നിയിരിക്കുന്നു. അന്നേരം എന്ത് ചെയ്യുക? ഒരു ഉപേക്ഷണ പത്രം കയ്യിൽ എഴുതി കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. എത്ര വരെ വായിച്ചു? 6 വരെ ആയോ? ആ ആ അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയ ശേഷം മറ്റൊരുവൻ അവൾ ഭാര്യയായി തീർന്നാൽ രണ്ടാമത്തെ ഭർത്താവും അവളെ വെറുത്ത് ഒരു ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് വീട്ടിൽ നിന്ന് അയക്കുകയോ ചെയ്താൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അപ്പം അതായത് ആദ്യത്തെ അവൻ എന്ത് ചെയ്തു? അവളിന് അനിഷ്ടമായത് കണ്ടു. ആ ഒറ്റ വാക്കി പിടിച്ചിട്ടാണ് യഹൂദന്മാർ എന്ത് ചെയ്തത്? വിവാഹമോചനം തുടങ്ങിയത്. അവളിൽ അനിഷ്ടമായുള്ളത് കണ്ടു. സമയത്തിന് എണീക്കുന്നില്ല, വൃത്തിയായിട്ട് നടക്കുന്നില്ല, ചൊവ്വ ആഹാരം വെക്കുന്നില്ല, കൊച്ചുങ്ങളെ നോക്കുന്നില്ല. അനിഷ്ടം. ഒരാൾക്ക് അനിഷ്ടമായത് കാണാൻ ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊടുന്നതൊക്കെ കുറ്റമില്ലയോ? എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നി കഴിഞ്ഞാൽ പിന്നെ അല്ലേ? അതിന് ഏറ്റവും മിടുക്കര ആരാന്നറിയാമോ? 2 കൂട്ടരുണ്ട്, അമ്മായിമ്മയും പിന്നെ ആരാ? നാത്തൂന്മാരും. അവളും പറയാൻ വന്നതാ, നീരിക്കുന്നവരുടെ അവളും ഉണ്ടാ. കുറ്റം കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും മിടുക്കരാരാന്നറിയാമോ? അമ്മായിമ്മമാരും നാത്തൂന്മാരുമാ. അതുകൊണ്ടല്ലേ അമ്മച്ചി മരിച്ചു കിടന്നപ്പം മരുമോള് സാക്ഷി പറഞ്ഞു, ഈ അമ്മച്ചി നല്ല ഓർപ്പെടുത്ത അമ്മച്ചിയാ, എന്നോടായിരുന്നേ ഉള്ളൂ. അമ്മച്ചി നല്ല ഓർപ്പെടുത്ത അമ്മച്ചിയാ, എന്നോടായിരുന്നേ ഉള്ളൂ. നമ്മളൊക്കെ മരിക്കുമ്പം ആരൊക്കെ അങ്ങനൊക്കെ പറയുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും കൊള്ളാം, ഞാൻ ആ ഭാഗം വിടുക. എനിവേ, അനിഷ്ടമായുള്ളത് കണ്ടു. ഇനി അവളുടെ കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം എത്തി. അപ്പൊ മോശ പറഞ്ഞു, അങ്ങനെ വന്നാൽ ഒരു കാര്യം ചെയ്യേ, ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ വീട്ടിലോട്ട് പറഞ്ഞയച്ചേര്. അപ്പൊ ന്യായമായിട്ട് കർത്താവിനോട് അടുക്ക വന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എന്തുകൊണ്ടാ മോശ അത് അനുവദിച്ചതെന്ന്. എന്താ മോശ അത് അനുവദിക്കാൻ കാരണം? ഹൃദയകാട്. തല്ലിക്കൊല്ലുന്നതിനേക്കാ ഭേദം അല്ലേ? മണ്ണെണ്ണ ഒഴിച്ച്, ഇപ്പൊ ഇന്ത്യൻ സംസ്കാരമാണെന്ന് വെച്ചാൽ എന്തുവാ? പെട്രോളോ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതിനേക്കാൾ ഭേദം അവള് പോയി എന്ത് ചെയ്തിട്ട്. കാരണം നിന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഇനി നീ എന്തും ചെയ്യും. വിഷം കൊടുക്കുകയോ, ഐസ്ക്രീമിൽ വിഷം കൊടുക്കുകയോ, നീ എന്ത് വേണേലും നീ ചെയ്യും. ഷാളിട്ട് കഴുത്ത് മുറുക്കുകയോ, അതെ, പാമ്പിനെ കൊണ്ട് കൊത്തിക്കുകയോ, നീ എന്തും നീ ഇനി ചെയ്യും. കാര്യം എന്നാ? നിന്റെ ഹൃദയം കഠിനപ്പെട്ടു. അപ്പൊ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം മോശ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഉപേക്ഷണ പത്രം കൊടുത്ത് എന്ത് ചെയ്തേര്? അവളെ വിട്ടേര്. അവൾ എവിടെങ്കിലും പോയി എന്ത് ചെയ്തിട്ട് ജീവിച്ചോട്ടെ. അങ്ങനെ ഉപേക്ഷണ പത്രം കിട്ടിയ അവൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ വീണ്ടും വിവാഹം കഴിക്കും അല്ലേ? അങ്ങനല്ലേ പറയുന്നത് അവിടെ? വായിച്ചേ, ബാക്കി ഒന്നുകൂടെ വായിച്ചേ. ആവർത്തന പുസ്തകം. അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾക്ക് വേണമെങ്കിൽ മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവും അവളെ വെറുത്ത് ഉപേക്ഷണ പത്രം കൊടുത്ത് വിട്ടയച്ചാൽ അവളിനി ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇനി പോവാൻ പാടില്ല. കാരണം അവൾ അശുദ്ധയായി തീർന്നിരിക്കുന്നു, വേറൊരു പുരുഷനോടുകൂടെ കിടന്നതിനാൽ. അപ്പൊ ഇവിടുന്ന് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്,
ഹൃദയകാഠിന്യം നിമിത്തം ഉപേക്ഷണപത്രം ഉപേക്ഷിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഉപേക്ഷണം ലഭിച്ചവൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വേറൊരു പുരുഷന് ഭാര്യയായിത്തീരാം. അല്ലെങ്കിൽ വേറൊരുവനെ കെട്ടുന്നതിന് മുൻപ് ആദ്യത്തേതിനോട് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നിരന്ന് വീണ്ടും അവൻ്റെ അടുക്കലേക്ക് വരാം. ശരി, നമുക്ക് നോക്കാം. പരസംഗ നിമിത്തം ആരെ ആ എന്ന് പറഞ്ഞാൽ പരസംഗത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരുവളെ വിവാഹം കഴിക്കാമോ എന്ന്. അല്ല, അവളുടെ തെറ്റിനെ കുറിച്ച് അനുദപിച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ തെറ്റിനെ കുറിച്ച് അനുദപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് വേറെ പുരുഷനെ എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം. കാരണം നിയമപരമായി ആദ്യത്തെ വിവാഹ ബന്ധത്തിൽ നിന്ന് അവൾ എന്ത് ചെയ്തിരിക്കുന്നു? മോചിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണെങ്കിലും ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഉണ്ട്. വിവാഹം കഴിക്കാത്ത രണ്ടുപേര് തമ്മിലുള്ളതാ. അവർ വ്യഭിചാരം ചെയ്യുന്ന, പരസംഗമല്ല. അതെ. അപ്പൊ ആ ഒരു കാരണത്താൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞ് വിവാഹമോചനം നേടണം. അത് വാസ്തവമാണ്. പക്ഷേ അത് ദൈവമായിട്ട് അവരെന്ത് ചെയ്തിരിക്കണം? നിരന്നിരിക്കണം. പിന്നാലെ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശരി, അടുത്തത്. അപ്പൊ വിവാഹമോചനം ആർക്ക് മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ? പുരുഷന്മാർക്ക് മാത്രമേ വിവാഹമോചനം എന്ത് ചെയ്തിട്ടുള്ളൂ? അനുവദിച്ചിട്ടുള്ളൂ. പുതിയ നിയമത്തിൽ വേദപുസ്തകത്തിൽ നമ്മൾ മൊത്തമായിട്ട് പഠിച്ചാൽ, ഇഫ് ഐ ആം റൈറ്റ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 6 കാരണങ്ങൾ വിവാഹമോചനത്തിന് നൽകി തരുന്നുണ്ട്. 6 കാരണങ്ങളാൽ. അത് ഞാൻ പിന്നാലെ പഠിപ്പിച്ചു തരാം. അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഉളവാക്കുന്ന ശിഷ്യന്മാരുടെ പുസ്തകം നിങ്ങൾക്കെല്ലാം കിട്ടിയില്ലയോ? അതിനകത്ത് വിവാഹമോചനം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. എന്തെല്ലാം കാരണങ്ങളാൽ വേദപുസ്തകം വിവാഹമോചനം അനുവദിക്കുന്നു എന്ന് അതിനകത്തൊരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ ഉണ്ട്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദേവദാസനാണ് എഴുതിയേക്കുന്നത്, ഡേവിഡ് ക്രിക്കൂട്ട് എന്ന് പറഞ്ഞ ദേവദാസൻ. ഓക്കെ, റബി ഷാമായുടെ പഠിപ്പിക്കൽ അനുസരിച്ച് വ്യഭിചാര ആരോപണത്തിന് മാത്രമേ വിവാഹമോചനത്തിന് അനുവാദമുള്ളൂ. എന്ന് പറഞ്ഞാൽ പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധത്തിൽ മാത്രമേ, ജീവിത പങ്കാളിയുമായിട്ടല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ജീവിക്കപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണമാണ് വിവാഹമോചനത്തിന് എന്ത് ചെയ്തിരിക്കുന്നത്? അനുവാദം കൊടുത്തിരിക്കുന്നത്. റബി ഹില്ലേലിൻ്റെ അഭിപ്രായ പ്രകാരം ഉണ്ടല്ലോ, 10ാമത്തെ പേജ് എല്ലാവരുടെയും. അഭിപ്രായ പ്രകാരം ഭർത്താവിന് അനിഷ്ടമായ ഏത് പ്രവൃത്തി ചെയ്താലും ഭാര്യയെ എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം. ഏത് പ്രവൃത്തി ചെയ്താലും. അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തിയാണെങ്കിൽ, ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ അനിയനോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല, ഭർത്താവിൻ്റെ അനിയനോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഒരു ദിവസം ഇയാൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവള് അനിയനുമായിട്ട് കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കിന്നാരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് തീരെ പിടിച്ചില്ല. ആദ്യം പറഞ്ഞു, വാണിംഗ് കൊടുത്തു, എനിക്ക് താല്പര്യമില്ല. കാരണം അനിയനെ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നത് ആ ചേട്ടൻ, ഇവളോ കല്യാണം കഴിഞ്ഞ് വന്നതിന് ഒന്നോട്ടല്ലേ കണ്ടുള്ളൂ. അത് നമുക്കറിയില്ല. ഒരു വീട്ടിൽ ഭയങ്കര വഴക്ക് കിടക്കുക, അപ്പനും അമ്മയും തമ്മിൽ നടക്കുക. അപ്പം ഇവൻ മോൻ അപ്പനോട് പറഞ്ഞു, അപ്പച്ചന് കല്യാണം കഴിഞ്ഞായിട്ട് ഒന്നോട്ടല്ലേ അമ്മച്ചി അറിയാവൂ, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങിയതാണ് ഈ അമ്മേൻ, അതുകൊണ്ട് എന്ത് ചെയ്യാ? പപ്പ മിണ്ടാണ്ടിരുന്നു. അതെ, പപ്പ കല്യാണം കഴിഞ്ഞ ശേഷമുണ്ടല്ലേ ചേച്ചിയെ കാണാൻ, മമ്മിയെ കാണാൻ തുടങ്ങിയുള്ളൂ. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് മമ്മിയെ കാണാൻ തുടങ്ങിയതാ. എൻ്റെ പപ്പ മിണ്ടാണ്ടിരിക്കുക നല്ലത്. പറഞ്ഞ ആശയം മനസ്സിലായി നിങ്ങൾക്ക്? അതുപോലെ ഭർത്താവ് പറഞ്ഞു, നീ അവനുമായിട്ട് വലിയ എന്തുവാ സഹകരണവും സഹായമൊന്നും വേണ്ട, നിനക്ക് അവനെ അറിയത്തില്ല.
അവനാന്ന് വെച്ചാൽ ആ ചേട്ടൻ്റെ ഭാര്യയാണെന്നോ പെങ്ങളാണെന്നോ നാട്ടുകാരാണെന്നോ ഒരു നോട്ടവും ഇല്ലാത്തവനാ അവന്. അതുകൊണ്ടാണ് ഭർത്താവ് പറഞ്ഞത് എന്ത് ചെയ്യരുത്, നീ അവനുമായിട്ട് സഹകരിക്കരുത്. ഇതെന്ന് വരുമ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അവനുമായിട്ട് ചക്രവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക, കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു മോളൊരു കാര്യം ചെയ്തോ, മോൾ വീട്ടിൽ പൊക്കോ. കാരണം ഈ കുടുംബത്ത് രക്തപ്പുഴ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് പൊന്നു മോള് വീട്ടിൽ പോകാൻ നല്ലത്. അപ്പം അനിഷ്ടമായ എന്തും ചെറിയ കാരണമായാലും മതി. അതുകൊണ്ടല്ലേ യേശുവിനെ എടുക്കുമെന്ന് ചോദിക്കുന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പം ഏത് കാരണം വേണേലും മതിയായിരുന്നു. അന്നത്തെ കൂട്ടാൻ കഴിഞ്ഞാലും മതി. അല്ലേ കൂട്ടാൻ അങ്ങനെയാണെങ്കിൽ എന്നേ നമ്മളെയൊക്കെ എന്ത് ചെയ്യേണ്ടായിരുന്നു? അനിഷ്ടമായി എന്ത് ചെയ്താലും ഭാര്യയെ ഉപേക്ഷിക്കാം എന്നായിരുന്നു റബി ഹില്ലേലിൻ്റെ അഭിപ്രായം. ഈ പശ്ചാത്തലത്തിലത്രേ ഏതോ പരീശന്മാർ യേശുവിനോട് ചോദിക്കുന്നത്, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന്. അതിന് കർത്താവിൻ്റെ ഉത്തരം ഒരിക്കലും പാടില്ല എന്നുള്ളത് അത്രേ. വിവാഹമോചനം സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യവസ്ഥ ആയിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം വിവാഹമോചനത്തിനുള്ള ഏക വ്യവസ്ഥ പരസംഗമാണ്. ഗ്രീക്കിൽ പരസംഗം, വ്യഭിചാരം എന്നീ വാക്കുകൾ വ്യത്യസ്ത അർത്ഥത്തോടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് പ്രത്യേക അർത്ഥങ്ങളുണ്ട്, ശ്രദ്ധിച്ചാട്ട്. വിവാഹം കഴിക്കാത്തവർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ പരസംഗം എന്ന വാക്കിനാലും, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലല്ലാത്ത ലൈംഗിക ബന്ധം, വിവാഹശേഷം ഭാര്യാഭർത്താക്കന്മാരല്ലാത്തവർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ വ്യഭിചാരം എന്നും പറയുന്നു. ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെ ഓർത്ത് യാഗപീഠം വിലപിക്കുന്നുവെന്ന് റബി ഷമായി പറയുന്നു. യഹോവയും ഉപേക്ഷണം വെറുക്കുന്നു എന്ന് മലാക്കി 2:16 വായിക്കുന്നു. വായിച്ച മലാക്കി 2:16. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഗോഡ് ഈസ് അഗൈൻസ്റ്റ് ഡിവോഴ്സ്. പിന്നെ അവൻ അനുവദിക്കുന്ന ഒറ്റ ഒരു കാഠിന്യ നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം. ഇത് ഉപേക്ഷണമല്ലേ നടന്നുള്ളൂ, നീ കൊലപാതകനാകുന്നില്ലല്ലോ. മനസ്സിലായോ എന്തുവാന്ന് പറഞ്ഞത്? അതുകൊണ്ട് ദൈവം എന്തോ ചെയ്തു? ഹൃദയകാഠിന്യ നിമിത്തം മോശം മൂലം ഇതിന് മൗനാനുവാദം കൊടുത്തു. പക്ഷേ മലാഖി പ്രവചനത്തിൽ പറയുന്നു, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. വിവാഹമോചന സമയത്ത് ഭാര്യയ്ക്ക് ഭർത്താവ് ഉപേക്ഷണ പത്രം കൊടുക്കണം, മോചനദ്രവ്യം കൊടുക്കണം, ഭാര്യാഗ്രഹത്തിൽ നിന്ന് ഭർതൃഗൃഹത്തിലേക്ക് കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ഭാര്യ ഈ പേപ്പർ സൂക്ഷിച്ചിരിക്കുക എപ്പോഴും. ഏത് പേപ്പർ? വിവാഹ ഉടമ്പടി പേപ്പർ. ഭീഷണി പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സുരക്ഷിത പേപ്പർ എന്നും വേണമെങ്കിൽ പറയാം. കാരണം എന്ന് ഉപേക്ഷിക്കുന്നോ അന്ന് ഇത്രയും തന്നുകൊള്ളാമെന്ന് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഉടമ്പടി എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ല ഇപ്പം അതിനെ പരസംഗം പറയാം. വിവാഹം കഴിയാത്ത ഒരു സ്ത്രീ വേറൊരു പുരുഷനും അന്യൊരു പുരുഷനുമായിട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? പരസംഗമാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞ ഒരു പുരുഷനുമായിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാളെ സംബന്ധിച്ചത് വ്യഭിചാരവും മറ്റേ ആൾക്കത് പരസംഗമായിരിക്കും. ഇനി ആ പുസ്തകം വായിച്ചാൽ മതി. ഏത്? ശിഷ്യരെ ഉളവാക്കുന്ന ശിഷ്യന്മാർ എന്നുള്ള പുസ്തകം നിങ്ങളെടുത്ത് അതിലെ ആ ഭാഗം നിങ്ങൾ അതിനകത്ത് മാരേജ്, വിവാഹമോചനം ഇതെല്ലാം അതിനകത്ത് വിശദമായിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. ഞാനത് 100% അതിനോട് ആ ആശയത്തോട് യോജിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി പുനർവിവാഹം അനുവദനീയമായിരുന്നു, അതിനകത്തില്ല.
നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിച്ചു, ഉപേക്ഷണ പത്രം കൊടുത്ത് ഉപേക്ഷിച്ചാലും അവൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു പുരുഷനെ വിവാഹം കഴിക്കാം. അവൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യരുത്, തിരിച്ചിനി ആദ്യ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് അവൾ പോകരുത്. കാരണം വേറൊരുവന് ഭാര്യയായി തീർന്നതിനാൽ അവൾ അശുദ്ധിയായിരിക്കുന്നു. ആ പുരുഷനെ സംബന്ധിച്ച് ആ ആ ആ പ്രസംഗ നിമിത്തമല്ലാതെ ആ ആ ആ അതെ, കാരണം അവൾ ഉപേക്ഷിച്ചത് ഇന്ന കാരണത്താലാ. അതെ, പക്ഷേ ഇതെല്ലാം ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ വരുന്നത്. കൃപയിലേക്ക് വരുമ്പോൾ നീ ചെയ്ത പാപത്തെക്കുറിച്ച് ദൈവത്തോട് ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും പാപക്ഷമ പ്രാപിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യാമെന്നറിയാമോ, ഇതിൽ നിന്ന് വ്യത്യസ്തനുള്ളവനാണ്. ശരി, മരണവും അടക്കവും കൂടെ കയറിയാൽ നമ്മൾ ചത്ത അവിടെ തന്നെ മോർച്ചറി വെക്കേണ്ടി വരുവനെ. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഇന്ന് നമ്മൾ അത് നിങ്ങളെ പരീക്ഷയിൽ നിന്ന് ഞാൻ ഒഴിവാക്കി തന്നിരിക്കുന്നു. അത് ഞാൻ നാളെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മരണം തൊട്ട് നമുക്ക് നടക്കും. ഏതായാലും ഇപ്പോൾ ഒരു സന്തോഷമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചാളും കൂടെ ചെയ്തോട്ടെ, ജീവിച്ചോട്ടെ. ഉടനെ അവരെ എന്ത് ചെയ്യണ്ട, നമുക്ക് കൊല്ലണ്ട, അതുകൊണ്ട് അവർ ജീവിച്ചോട്ടെ. ഓക്കെ, ശരി, എന്നാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.